കേരള സ്റ്റോറി സീരീസ്, കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഈ ഒരു മൂവീസ്, ഈ രണ്ട് മൂവീസും എന്തൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിൽ എത്ര പെർസെൻറ്റേജ് വാസ്തവമുണ്ട്, എത്ര പെർസെൻറ്റേജ് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ കേരള സ്റ്റോറി 3 എന്ന സിനിമയ്ക്ക് വേണച്ചാൽ ഒരു ത്രെഡ് കൊടുക്കാൻ പറ്റിയ ഒരു സംഗതി കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒരു സംഗതിയെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് ടി വിയിൽ കണ്ടത്. പക്ഷേ നോർത്ത് ഇന്ത്യൻ മീഡിയാസിൽ, നോർത്ത് ഇന്ത്യൻ ന്യൂസ് ചാനലുകളിൽ ഈ ഒരു സംഗതി ഹിറ്റായിട്ട് ഓടുകയാണ്. സോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് പുതുനഗരത്തിൽ ശരിയത്ത് ഫ്രണ്ട്ലി ആയ, ഇസ്ലാം ഫ്രണ്ട്ലി ആയ ഒരു ജിം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ ഉടമയായ നവാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ജിം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ടോപ്പിക്കിനെ ചൊല്ലിയാണ് ഇപ്പോൾ നാഷണൽ മീഡിയാസിലൊക്കെ ഡിസ്കഷനും പ്രൈം ടൈം ഡിബേറ്റ് എല്ലാം പോയിരിക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. അങ്ങനെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം ഓപ്പൺ ആവാൻ പോവാണ്. ഏകദേശം പണികളൊക്കെ കഴിയാനായി. അപ്പം കുറെ പേര് എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതുനഗരം കേൾക്കുമ്പോൾ തന്നെ പുതുനഗരം പ്രദേശത്തുള്ള ആൾക്കാരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും ജിമ്മുള്ള സ്ഥലത്ത് ഇനിയും ഒരു ജിമ്മോ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമോ? കാരണം ഇത് പുതിയൊരു ജിമ്മല്ല, പഴയ ജിം തന്നെയാണ്. 15 വർഷമായിട്ട് കൂട്ടാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജിമ്മാണ്. അഹമ്മദ് സെൽട്ടു ബായി തുടങ്ങി വെച്ച ജിം ASP ജിമ്മാണ്. നമ്മൾ ജിമ്മ് തുടങ്ങിയിരിക്കുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് വലിയൊരു എന്താ പറയാ പണം വാരിയെടുക്കാൻ വേണ്ടിയിട്ടോ അതിനൊന്നുമല്ല. ആക്ച്വലി അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക്കുള്ള ജിമ്മൊക്കെ ഇട്ടിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ആൾക്കാരെ എന്താ പറയാ ഇഷ്ടത്തിന് പല തോന്നിയാസങ്ങളും പല അഭ്യാസങ്ങളും കൊണ്ടുവരാൻ അറിയാനിട്ടല്ല. ആക്ച്വലി നമുക്ക് ഇതൊരു പാഷനാണ്. എനിക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം ഇതെന്റെ പാഷനാണ്. നമ്മളത് ആ വരുമാനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ജിമ്മല്ല. നല്ലൊരു നിയത്തിന്റെ പേരിൽ, നിയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു ജിമ്മാണ്. എന്റെ അറിവിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മായിരിക്കും ഇത്. കുറച്ചും ഹയറാക്കി തട്ടെ, എല്ലാവരും ദുആ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ജിമ്മ് വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ജിമ്മ് വിസിറ്റ് ചെയ്യാം. അതായത് 15 കൊല്ലമായി ഈ ഒരു ജിമ്മ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് ഇങ്ങനൊരു രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ തോന്നിയത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ ആളുകൾ അവർക്കും കൂടി സൗകര്യമായ രീതിയിൽ ഒരു ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ജിമ്മ് വേണം എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ അത് കേട്ടിട്ട് ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങുന്നത് എന്നാണ് നവാസ് പറയുന്നത്. ഇപ്പോൾ അവിടെ പോകാനൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരി എന്നാൽ പിന്നെ അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, എന്താ പറഞ്ഞാൽ ഈ ലൊക്കാലിറ്റി ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഏരിയയിൽ വന്നിട്ട് നമ്മളെ രീതിയിൽ ഒരു സംരംഭം തുടങ്ങുന്നതുകൊണ്ട് ഞാൻ അതിൽ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവർക്കും കൂടി പ്രയോജനമായിട്ടുള്ള ഒരു ജിം ആയിക്കോട്ടെ. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാവും. അപ്പോൾ വികലാംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റെയർ ഉണ്ടാവും. പക്ഷെ അവർ സെപ്പറേറ്റ് അവരും കൂടി മുൻഗണന കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മായിരിക്കും. കാരണം ഓപ്പൺ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടാവില്ല. മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് സെപ്പറേറ്റ് അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം. അതായത് ഈ ഒരു ജിമ്മിൽ മ്യൂസിക് ഉണ്ടായിരിക്കില്ല. സ്ത്രീകൾക്കും ആണുങ്ങൾക്കുമായിട്ട് സെപ്പറേറ്റ് ഏരിയ, സെപ്പറേറ്റ് ട്രെയിനർ. സ്ത്രീകൾക്കായിട്ട് സ്ത്രീകളുടെ മാത്രം ട്രെയിനർ, പുരുഷന്മാർക്കായിട്ട് പുരുഷന്മാരുടെ ട്രെയിൻ. നോ മ്യൂസിക്. അതേപോലെ ശരീരം കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങളായിരിക്കും. ജിം റിലേറ്റഡ് ഡ്രസ്സിംഗ് ഒക്കെ ആയിരിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നു ഈ ഒരു ജിമ്മിലെ റൂൾസ് വരാൻ പോകുന്നത്. മറ്റുള്ള മതക്കാർക്ക് ഈ ഒരു ജിമ്മിൽ വരാമെന്ന് പറയുമ്പോഴും അവരും ഇതേ ഡ്രസ് കോഡോ അല്ലെങ്കിൽ ഇവരുടെ രീതിയിലുള്ള അതേ രീതിയിലുള്ള ഡ്രസ്സിങ് എല്ലാം ചെയ്യേണ്ടി വരും. ഞാനൊരു പാലക്കാടുകാരനാണ്. പുതുനഗരം എന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. അതൊരു മുസ്ലിം മജോറിറ്റി, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മജോറിറ്റി ഉള്ള ഒരു ഏരിയയാണ്. പുതുനഗരത്ത് മുസ്ലിം ഫ്രണ്ട്ലി ആയ അല്ലെങ്കിൽ ശരിയത്ത് നിയമപ്രകാരമുള്ള ഒരു ജിം വരുന്നതിനെ കുറിച്ചുള്ളതാണ് ന്യൂസ്. എങ്കിലും കാലാകാലമായി അവിടെ ഗവൺമെൻറ് മുസ്ലിം ഹയർ സെക്കൻഡറി ഉള്ളത് വേറൊരു ഫാക്റ്റാണ്. പക്ഷേ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും റിലീജിയൻ, പ്രാർത്ഥന, ആരാധന, അല്ലെങ്കിൽ അവനവൻ്റെ കമ്മ്യൂണിറ്റി, അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കുക, ഇതൊക്കെ സ്വാതന്ത്ര്യമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഭരണഘടന അതിനനുവദിക്കുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളൊരു പബ്ലിക് സ്പേസിലേക്ക് എടുത്തു വന്നിട്ട് മുസ്ലിം ഫ്രണ്ട്ലി ബാങ്ക് അല്ലെങ്കിൽ ഹിന്ദു ഫ്രണ്ട്ലി ബാങ്ക്
മുസ്ലിം ഫ്രണ്ട്ലി ജിമ്മ്. ഇന്നിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ തുടങ്ങിയ നാളെ മറ്റൊരു കമ്മ്യൂണിറ്റി ഇതുപോലെ തീർച്ചയായും തുടങ്ങും. കാരണം എല്ലാവർക്കും ഒരുപോലെ ഫ്രീഡം ഉള്ളൊരു നാടാണിത്. ഇതിൻ്റെ ഓണറായി നവാസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഈ ഒരു ജിമ്മ് തുടങ്ങുന്നതുകൊണ്ട് മറ്റുള്ള ജിമ്മിൻ്റെ ഓണേഴ്സ് പേടിക്കേണ്ട, ആ പരിസരത്തിനുള്ള മറ്റ് ജിമ്മിൻ്റെ ഓണേഴ്സ് പേടിക്കേണ്ട, കാരണം ഇതൊരു ബിസിനസ്സിനോ അല്ലെങ്കിൽ വരുമാനത്തിനോ വേണ്ടി തുടങ്ങുന്ന ജിമ്മല്ല എന്നാണ്. ബിസിനസ് അല്ലെങ്കിൽ വരുമാനം ഇതല്ലാതെ വേറെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ജിമ്മ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം വരുന്നത് സ്വന്തം മതത്തിൽ നിന്നുള്ളവരായാലും, വരുന്നവർ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായാലും, മറ്റ് മതത്തിൽ നിന്നുള്ളവരായാലും വെറുതെ ഒരു സ്ഥാപനം നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അതിൻ്റേതായ കുറേ കോസ്റ്റുകളുണ്ട്. അതിപ്പോൾ ഒരു ഹിന്ദു വന്നാലും മുസ്ലിം വന്നാലും ക്രിസ്ത്യൻ വന്നാലും ആ ഒരു സ്ഥാപനം റൺ ചെയ്യിക്കാനും അവിടുത്തെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കാനും അവിടുത്തെ ഡെയിലി എക്സ്പെൻസ്, കറണ്ട്, വാട്ടർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും നമുക്ക് എന്തായാലും ഒരു എമൗണ്ട് വേണം. സോ അതെല്ലാം വേണ്ട വെച്ചിട്ട് ആണോ അദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങിയതെന്ന് എനിക്ക് അറിയില്ല. അതിനൊരു ക്ലാരിറ്റി ഒന്നും അദ്ദേഹം തന്നിട്ടില്ല ഈ ഒരു വീഡിയോയിൽ. ഈവൻ ഈ പറഞ്ഞ നവാസ് ജിമ്മിൽ മ്യൂസിക് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയാണ് അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയാണ് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ വേണമെച്ചാൽ പറയാം ഇത് ഇസ്ലാം മതപ്രകാരമുള്ള മ്യൂസിക്കാണ്, അതിലൊന്നും ഹറാമില്ല എന്നുള്ളത്. ഇങ്ങനത്തെ സംഗതികളൊക്കെ കൂടി വരുമ്പോഴും നമ്മുടെ ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ചെയ്യാൻ പോകുന്ന അലിമൗല എന്നുള്ള പാട്ടൊക്കെ ഇട്ട് ഒരു വെള്ളത്തൊപ്പിയിട്ട ഒരാളും അതേപോലെ കാവ്യമുണ്ട് കൊടുത്ത ഒരാളും അതേപോലെ കുരിശിട്ട ഒരാളും നമ്മൾ ഭയങ്കര റിലീജിയസ് ഫ്രണ്ട്ലി ആയിട്ടാണ് നടക്കുന്നത്, ഇവിടെ മതം വേറെയല്ല, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെതായ മതത്തെക്കുറിച്ച് എടുത്തു കാണിക്കണം. അതായത് ഇങ്ങനത്തെ സെൻസേഷനായ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംഘി അല്ലെങ്കിൽ ക്രിസംഘി എന്നുള്ളൊരു ചാപ്പ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ന്യൂട്രലായിട്ടേ സംസാരിക്കുള്ളൂ. കാരണം അത് എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നാളെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യനോ വന്നിട്ട് ഇത് ഹിന്ദു ഫ്രണ്ട്ലി ആയ, ഞങ്ങളും ഒരു ഹിന്ദു ഫ്രണ്ട്ലി ആയ ജിമ്മ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണ്, ഞങ്ങളൊരു ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ആയ ജിമ്മ് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ട്രോളാൻ ആർക്കും പറ്റില്ല. കാരണം ഇവിടെ ഓൾറെഡി അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് വന്നു കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിലുള്ള സ്പാർക്കുകൾ ന്യൂസുകൾ ഉണ്ടാവുന്നത് 100% ഉറപ്പാണ്. കാരണം ഇത് ഇവിടെയൊന്നുമല്ല നിൽക്കുന്നത്, നാഷണൽ മീഡിയാസിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ പോയിട്ടുണ്ട്. സോ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് കാണാം, ന്യൂസിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സെക്യുലറിസം എന്നുള്ളൊരു നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമായിരുന്നു. അതുകൂടി ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഓരോരോ കാട്ടിക്കൂട്ടിയിട്ട് ആ ഒരു പേര് കളയേണ്ട എന്നാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോലും.